Hi friends, ഇന്ന് നമുക്ക് ഇത് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂ ഉണ്ടാക്കിയല്ലോ. ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു 4-5 പീസ് ഞാൻ ഇതേപോലെ ഒരു കുപ്പിയുടെ അടപ്പിന്റെ റൗണ്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു 4-5 റൗണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു പൂവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വെട്ടിയെടുക്കുന്നത്. ഇതേപോലെ വേറൊരു കളറും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം. ഇതൊന്ന് മടക്കിയിട്ട് വളരെ ചെറുതായിട്ട് കുരുകുരാന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുക. ഇതിങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം അതിങ്ങനെ ചുറ്റിയെടുത്ത് വയ്ക്കാം. ഇത് ഒരേപോലെ തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ. ഒരേ വലുപ്പത്തിൽ തന്നെ ഒരേപോലെ കയറി ഇറങ്ങി പോകരുത്. ഇങ്ങനെ നേരെ ചുറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഫെവിക്കോൾ ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ തൂത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൂത്ത് കൊടുക്കാം. അതിനുശേഷം അവസാനം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കണം. ഇതിങ്ങനെ മൊത്തം ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കാം. അല്ലേ, ഇതേപോലെ നമുക്ക് വിടർത്തി എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഈ റൗണ്ട് ഷേപ്പിൽ വെട്ടിയിരിക്കുന്നത് 4-5 നമുക്ക് എടുക്കാം കേട്ടോ. അത്രയും നമ്മൾ എടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് മടക്കുക. വീണ്ടും ഒന്നും കൂടെ നമുക്ക് കോണായിട്ട് തന്നെ മടക്കി കൊടുക്കണം. ഇതേപോലെ മടക്കി എടുക്കാം. മടക്കി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇത്രയുള്ളൊരു കോണായിട്ട് നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുത്തു. ഇതുണ്ട് ഇത്രയൊരു ചെറിയ കോണായിട്ട് നമ്മളിതിങ്ങനെ മടക്കിയെടുത്തു. അതിന് ശേഷം ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഈ സൈഡും ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഈ ഷേപ്പിലുള്ള പെറ്റലുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഈ ഷേപ്പിലുള്ള പെറ്റലുകൾ നമുക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെ നമുക്ക് പെറ്റലുകൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതേപോലെ ഫെവിക്കോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചുറ്റിനൊന്ന് തൂത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ ചുറ്റിനൊന്ന് തൂത്ത് കൊടുക്കുക. കാരണം ഇത് നമുക്ക് വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതൊന്ന് ഉണങ്ങി കിട്ടണം. അത് കാരണം നമ്മൾ അപ്പം തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്യുക. ഞാനിത് ആദ്യം ഇതിൻ്റെ ചുറ്റിന് ഫെവിക്കോൾ തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി കയറി പോകണ്ട. അപ്പം അറ്റത്ത് മാത്രമായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെ ചുറ്റിന് ഞാൻ ഫെവിക്കോൾ ഇതേപോലെ തൂത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ അറ്റവും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമായതുകൊണ്ട് കുറച്ച് നേരം തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. ഇതേപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ചുറ്റിനും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ 5 റൗണ്ടുകളും ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ ചുറ്റിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഫെവിക്കോൾ ഇങ്ങനെ ഉണങ്ങി വരുന്നിടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കിത് അറ്റമൊന്ന് ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ. ഇതേപോലെ ചുറ്റിനൊന്ന് ഒട്ടിക്കുക. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഏതെങ്കിലും പെൻസിലിൻ്റെ അറ്റം കൊണ്ടോ പേനയുടെ അറ്റം കൊണ്ടോ നമുക്കിതിങ്ങനെ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കൂർത്ത് കിട്ടും. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തേത് ഒരെണ്ണം മാത്രം നമ്മൾ കമത്തിയെടുക്കുക. ഇതേപോലെ കമത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഫെവിക്കോൾ തൂത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കമത്തിയെടുത്തിട്ട് മറ്റേത് നമ്മൾ ഇതേപോലെ ഇതിങ്ങനെ കമത്തിയെടുക്കുക. അതിന് ശേഷം മറ്റേത് തിരിച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇത് ഇത്രയും എണ്ണം ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയല്ലേ. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റി വെച്ചിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഈ നീല കളറിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ. ഇങ്ങനെ നമ്മൾ പൂക്കൾ ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം.
നമുക്ക് കളർ പേപ്പർ മാത്രം മതി ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാക്കാൻ. നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട്, നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ പൂക്കൾ മതി. പിന്നെ നമുക്ക് തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിൽ ഇതുകൊണ്ട് ഞാനൊരു ട്യൂബ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്യൂബൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് ട്യൂബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ട്യൂബ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മൂന്നായിട്ടോ 4ആയിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫെവിക്കോൾ തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തണ്ടും നമുക്ക് ഇതേപോലെ കിട്ടും. അങ്ങനെ നമ്മൾ ഇതേപോലെ പൂക്കൾ നമുക്ക് കളർ ഷീറ്റ് പേപ്പർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതേപോലെ ഷീറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 കളറോ 3 കളറോ ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളറുകൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇതെങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് തണ്ടും പൂക്കളും ഒക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലീഫും കൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. എൻ്റെ കയ്യിൽ പോയിക്കോളൂ. ഉണ്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെയൊന്ന് പൂക്കളുണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം തണ്ടിന് വേണ്ടിയിട്ട് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് 2 ഇല എടുക്കാനായിട്ടാണ് കേട്ടോ. ഇതൊന്ന് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് 2 ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ തണ്ടിലേക്ക് നമുക്കിതൊന്ന് ഫെവിക്കോൾ വെച്ചൊന്ന് തൂത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് തണ്ടും പൂക്കളും എല്ലാം നമുക്ക് ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. 1 2 ഇലകൾ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ഇലയാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ 2 ഇല നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ 2 ഇല ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പൂക്കൾ ഇതാ ഉണ്ടായിക്കഴിഞ്ഞു. കണ്ടോ, നമുക്ക് കളർ പേപ്പർ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതെല്ലാം. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതേപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ മറ്റുള്ളവരെല്ലാവരുടെയും കമൻറ്റുകളൊന്ന് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക്